ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തൊട്ട് ഇടിയപ്പം കഴിക്കാനൊരു കൊതി. അപ്പോൾ ഇടിയപ്പം ആണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മാവിനകത്ത് വെള്ളം ഒഴിച്ച് അങ്ങനെ വറ്റിച്ചെടുത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കണക്കും ഈ വെള്ളത്തിൻ്റെയും മാവിൻ്റെയും റേഷ്യോസും കാര്യങ്ങളും ഒന്നും അറിയണ്ട, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആണിപ്പോൾ ഉണ്ടാക്കുന്നത്. നേരത്തെയൊക്കെ വെള്ളത്തിനകത്ത് മാവിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ കുഴച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാകുമ്പം കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. മാവ് കുഴയ്ക്കുന്നിടം വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പീച്ചുക എന്ന് പറയുന്നത്, നിങ്ങളുടെ പീച്ചുക എന്നാണോ പറയുന്നത്? ഞങ്ങളുടെ അവിടെ ഈ മാവ് ഇങ്ങനെ ഈ ഷേപ്പിലാക്കുന്നതിന് പീച്ചുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് കുറച്ച് പാടാണ് കേട്ടോ. എനിക്ക് കൈക്ക് പെയിൻ വരും ഇങ്ങനെ കുറേ സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക്. ഇക്ക ഉണ്ടെങ്കിൽ ഇക്ക ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ ഇക്ക ഓഫീസിൽ പോയി, ഞാനും ഇക്കയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിത് 2 തട്ട് മാത്രമേ ഇടിയപ്പം ആക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഇങ്ങനെ പരത്തിയിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതേ ഒരു തട്ട് ഞാൻ വെച്ചു. ഇത് ചെറിയ ചെമ്പാണ് കേട്ടോ, അതുകൊണ്ട് ആ 2 തട്ട് മാത്രമേ നമുക്ക് ചെറിയത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിന് കറി ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ പാലും പഞ്ചസാരയും ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കുറേ നാളായി അങ്ങനെ ട്രൈ ചെയ്തിട്ട്. അപ്പോൾ ഒരു കൊതി വരുന്നു അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇപ്പം ഇത് കണ്ട എന്നെ വഴക്കും പറയും ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവുകൾ ഇങ്ങനെ ആക്കുവാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള മാവ് കൊഴുക്കട്ടയൊക്കെ ആക്കാറാണ് പതിവ്. ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ ആക്കിയിട്ട് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ പ്രത്യേകതരം ഇഷ്ടങ്ങൾക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കാമായിരിക്കും ചെയ്യുന്നത്. ഇക്കാക്ക് ഈ ചില ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ഈ രാവിലെ ഈ മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. കറി മസ്റ്റാണ്. എക്കിയും അതുപോലെയാണ്, കറി എന്തെങ്കിലും അവന് വേണം. പക്ഷേ എനിക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പാലും തിളപ്പിച്ച് വെച്ചു. അതാവുമ്പോൾ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കോഫിക്കുള്ളതും പിന്നെ അപ്പത്തിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനുള്ളതും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കോഫി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പാലും ബാക്കി പാലും ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. കുറച്ച് പഞ്ചസാര അൺഹെൽത്തി ആണെന്നറിയാം, എന്നാലും ഒരു കൊതി തോന്നുമ്പോൾ അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ, എപ്പോഴൊന്നുമില്ല. അപ്പോൾ ഇത് ഇടനേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് കുറച്ച് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവന് ഞാൻ യൂഷ്വലി കൊടുക്കുന്നത് എന്താണോ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അതായിരിക്കും കൊടുക്കുന്നത്. അവനത് ഇങ്ങനെ അതായത് നല്ല അവിയലിനൊക്കെ നമ്മൾ അരിയില്ലേ, അതുപോലെ അരിഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന ഈ വെജിറ്റബിൾസൊക്കെ അവന് തന്നെത്താനെ പിടിച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരേ ടൈമിൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആപ്പിളാണ് കേട്ടോ. കിവിയും എടുക്കുന്നുണ്ട്. ഈ കിവി നല്ല ടേസ്റ്റുള്ള കിവിയായിരുന്നു. ഇത് നല്ല പച്ചയായിട്ടാണ് കൊണ്ടുവന്നത്. ഒരു 2-3 വീക്സ് ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് പഴുക്കുന്നത്. പക്ഷെ നല്ല പഴുത്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. എക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തേക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും കിഴങ്ങുമാണ്. ഫ്രൂട്ട്സായിട്ട് എടുത്തേക്കുന്നത് ആപ്പിളും കിവിയും പിന്നെ ഓറഞ്ചുമാണ് കേട്ടോ. അപ്പോൾ അതേ കിവി കട്ട് ചെയ്തു, പിന്നെ ആപ്പിളും കട്ട് ചെയ്തു. ഇടനേരത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫുഡ് ഇതൊന്നും അങ്ങനെ കേടാവില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റീം ചെയ്തിട്ട് അതിനകത്ത് ബട്ടർ ഇട്ടിട്ടാണ് എക്കിക്ക് കൊടുക്കുന്നത്.
അപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റൊക്കെ എഴുതുവാണ്. അപ്പോൾ ലഞ്ചിന് ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കുത്തരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ആക്കുന്നുണ്ട്. ഇത്ര അളവിൽ ഞാൻ കാണിക്കുന്ന അളവിലാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലോട്ട് പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട എല്ലാ മസാലക്കൂട്ടുകളും എടുക്കുന്നുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ തന്നെ വലിയ ജീരകം. ചോറ് അരി കഴുകി അതിലോട്ടിട്ടു, തേങ്ങാപ്പാലൊഴിച്ചു. ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ മതി, ബാക്കി വെള്ളം ആഡ് ചെയ്തു. പിന്നെ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തു നന്നായിട്ട് ഇളക്കി കേട്ടോ. പ്രഷർ കുക്കറാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് പറയാനൊന്നും അറിയില്ല. അപ്പോൾ അത് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാം അരിഞ്ഞൊക്കെ വെച്ച് അപ്പോഴാണ് ബീഫ് എടുക്കുന്നത്. ബീഫ് എടുത്തപ്പോൾ ബീഫ് കേടായിട്ടിരിക്കുന്നു. ആകെ ഡള്ളായിപ്പോയി. അതായത് നമ്മൾ നല്ല തേങ്ങാച്ചോറും ബീഫ് കറി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ പരിപ്പ് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരേ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് 4-5 വിസിലടിക്കുമ്പോഴത്തേക്ക് ഇത് വേവും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ആക്കിയതാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും അരിഞ്ഞൊക്കെ വെച്ചപ്പോഴാണ് ഈ സാധനം കേടായിട്ടിരിക്കുന്നത്. ഇപ്പം സാലഡും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങാച്ചോറിന് ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെയാണ് ടേസ്റ്റ്. അതിൻ്റെ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ. എന്നാലും സാരമില്ല, നമുക്കുള്ളതുപോലെ കഴിക്കാം. പക്ഷേ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് കേടായിട്ടിരിക്കുമ്പോൾ ഉള്ള ഒരിത് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ ഞാനത് സാലഡിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. സാലഡിൽ ഞാൻ മുളക് ചേർക്കുന്നില്ല. ഉപ്പും യോഗട്ടും ഒനിയനും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ പരിപ്പ് കറി റെഡിയായി. അപ്പോൾ പരിപ്പ് കറിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ചിട്ട് ഞാൻ കുറച്ച് എന്താ പറയുന്നത് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇറക്കുന്നുണ്ട്. പിന്നെ ഈ ചോറ് റെഡിയായി. അപ്പോൾ എനിക്കിതിൻ്റെ കണക്കറിയില്ല വെള്ളം വെക്കുന്നത്. ഞാനൊരു അളവിനങ്ങ് എടുത്തതാണ്. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന റൈസിൻ്റെ വേവായിരിക്കില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റൈസ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഓൾറെഡി നിങ്ങൾ റൈസ് വെക്കുന്നവർക്ക് അറിയാമല്ലോ ഇത് വറ്റുന്നൊരു രീതി. അപ്പം വെന്തത് അടുക്കി പിടിച്ച് പോവാത്ത രീതിയിൽ നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാനും ഇക്കായും കുഞ്ഞുമുണ്ട്. അപ്പോൾ എന്തായാലും തേങ്ങാച്ചോറിന് ഒരു ഇറച്ചിക്കറി എന്തായാലും മസ്റ്റാണ്. നല്ല കോമ്പിനേഷൻ അതാണ്. ഒരു പപ്പടവും കൂടെ. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഞാൻ ഓൾറെഡി ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എക്കി അവിടെ ഇരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഇനി വലിച്ച് താഴെ ഇടും. അവൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ പോവാണ്. അത് ഓരോന്നൊക്കെ ഇപ്പോൾ എടുത്ത് കാണിക്കും നമ്മളെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം റെഡി ആവാൻ പോകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്ന സ്കിൻ കെയറിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നമ്മൾ വൺ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ. ഞാൻ എല്ലാ ദിവസങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, ചില സമയങ്ങളൊന്നും പറ്റാറില്ല. പക്ഷെ എന്നാലും മെജോറിറ്റി ശ്രമിക്കാറുണ്ട് കേട്ടോ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും പറ്റാറില്ല എല്ലാ ദിവസങ്ങളൊക്കെ. പക്ഷെ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നിയസിനമൈഡ് എന്ന് പറഞ്ഞാൽ മിനിമലിസ്റ്റിൻ്റെ ഒരു സിറം. പിന്നെ ലെബല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ലിപ് ബാം യൂസ് ചെയ്തു. പിന്നെ മോയ്സ്ചറൈസർ അക്വാ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തത് വാസ്ലിൻ്റെ 50++ UV പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ വാസ്ലിൻ്റെ തന്നെ ബോഡി ലോഷനാണ് യൂസ് ചെയ്തത്. പിന്നെ മേബലിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ മിക്കവാറും യൂസ് ചെയ്യാറ്. സൺസ്ക്രീൻ ആണെങ്കിലും മസ്കാരയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളിത് പുറത്തിറങ്ങി. നല്ല രസമില്ല, കാരണം ഇപ്പോൾ ഒരു 6 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ബഗ്ഗി പിടിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ
ഇതിപ്പം ഈ ഒരു സീസൺ ആയപ്പോഴത്തേക്കും നല്ലപോലെ പൂവൊക്കെ ഉള്ള ചെടികളും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സ്റ്റാഫൊക്കെയാണ് താമസിക്കുന്നത്. മിക്കവാറും ഞങ്ങൾ വെള്ളിയാഴ്ചകളിലായിരിക്കും ഞങ്ങൾ പുറത്ത് പോകുന്നത്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ കാർ പാർക്കിങ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സൺസെറ്റ് ആയി തുടങ്ങി. ഇവിടെയൊക്കെ കണ്ടാൽ പറയില്ലല്ലേ, ഇവിടെ ഈ കടലൊക്കെയുള്ള ഏരിയ ആയിരുന്നു. കടലിൻ്റെ ഏരിയ ആണ് അവരിതിപ്പോൾ ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയേക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ പൂവൊക്കെ വരുന്ന സീസണല്ലേ ചെടികളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം നല്ലതായിട്ട് പൂക്കളുള്ള ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഗാർഡനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.